നിറയ്ക്കുമേ. ഈ മഹാവ്യാധിയും നീങ്ങി പോകുമേ. ഈ മഹാവ്യാധിയും നീങ്ങി പോകുമേ. ഭൂമി മുഴുവൻ തേജസ്സാൽ നിറയുമേ. ഭൂമി മുഴുവൻ തേജസ്സാൽ നിറയുമേ. കൈയൊഴിഞ്ഞൻ കൈകളെ സ്നേഹമോടെ കരുതിയവൻ. കൈയൊഴിഞ്ഞൻ കൈകളെ സ്നേഹമോടെ കരുതിയവൻ. ആർദ്രമായ സ്നേഹമല്ലേ എന്നെ എന്നും നടത്തിയത്. ആർദ്രമായ സ്നേഹമല്ലേ എന്നെ എന്നും നടത്തിയത്. ഈ മഹാവ്യാധിയും നീങ്ങി പോകുമേ. ഈ മഹാവ്യാധിയും നീങ്ങി പോകുമേ. ഭൂമി മുഴുവൻ തേജസ്സാൽ നിറയുമേ. ഭൂമി മുഴുവൻ തേജസ്സാൽ നിറയുമേ. മിറക്കിൾ സൺഡേ എറണാകുളത്ത് ഫെബ്രുവരി 9 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. മിറക്കിൾ സൺഡേ അഞ്ചലിൽ ഫെബ്രുവരി 16 രാവിലെ 8:30 മുതൽ. സ്ഥലം ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, അഞ്ചൽ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്ത് ഫെബ്രുവരി 16 രാവിലെ 11 മുതൽ. സ്ഥലം AJ ഹാൾ, കുമാരപുരം. കർത്താവിൻ്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒരിക്കൽ കൂടെ ദൈവജനവുമായി കർത്താവിൻ്റെ സന്ദേശവുമായി മുൻപിലെത്തുവാൻ സഹായിച്ചതോർത്ത് നന്ദി പറയുകയാണ്. സുവിശേഷങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒന്നാണ് മാർത്തയും മറിയയും കുറിച്ചിട്ട്. മാർത്തയും മറിയയും യേശുവിനെ വീട്ടിലേക്ക് സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ വചനം ജഡമായി തീർന്ന ദൈവത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്ന യേശുവിനെയാണ് അവർ വീട്ടിലേക്ക് സ്വീകരിച്ചത്. നമ്മളും ക്രിസ്തുവിനെ സ്വീകരിച്ചവരാണ്. എന്നാൽ എത്രത്തോളം അതിൻ്റെ വലിപ്പമൊന്നും നമുക്കറിയത്തില്ല. എന്നാൽ അതിൻ്റെ ആഴങ്ങളെ അറിയുന്ന ഒരു വ്യക്തിക്ക് അവനുമായി ചേർന്നിരിക്കാൻ, ഞാൻ എന്താണ് സ്വീകരിച്ചത്, ഞാൻ ആരോടൊപ്പമാണ് ആയിരിക്കുന്നതെന്ന് കുറച്ചും കൂടെ മനസ്സിലാക്കാനായി കഴിയും. ഇന്നത്തെ മെസ്സേജിലേക്ക് പോകുമ്പോൾ ചിലത് കർത്താവ് നിങ്ങളോട് സംസാരിക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ ഈ പുസ്തകത്തിൽ നിന്ന് എന്നോട് ഈ വർഷം ലൂക്കോസ് 10:38 വാക്യം മുതൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ ഈ സംഭവ കഥ വായിക്കാൻ പറഞ്ഞിട്ട് അതിൽ നിന്ന് പ്രസംഗിക്കാൻ പറഞ്ഞപ്പോൾ മാർത്തയും മറിയയാണോ ഞാൻ പ്രസംഗിക്കേണ്ടത് എന്ന് എനിക്ക് ഒന്ന് തോന്നിപ്പോയി. കാരണം സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോൾ കേട്ടിട്ട് തുടങ്ങിയ കഥയാണ് ഒരു ന്യൂ ഇയറിന് പ്രസംഗിക്കണം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ പ്രയാസം എൻ്റെ ഉള്ളിൽ എവിടെയോ ഉണ്ടായിരുന്നു. പക്ഷേ മെല്ലെ വായിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി സൺഡേ സ്കൂളിലെ കാര്യമല്ല സ്വർഗത്തിന് പറയാനുള്ളത്, മച്ചുവേർഡായിരിക്കുന്ന കുഞ്ഞുങ്ങളോടാണ് കർത്താവിന് പറയാനുള്ളത്. Let's read Luke chapter 10 verse 38 onwards. പിന്നെ അവർ യാത്ര പോകുകയിൽ ഒരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അടുത്തിരിക്കുന്നവരോട് പറ, മാർത്ത.
മാർത്ത എന്ത് ചെയ്തു എന്ന് പറയുന്നേ? മാർത്ത യേശുവിനെ വീട്ടിൽ കൈക്കൊണ്ടു. ഹൂ ഈസ് ജീസസ്? എബ്രായ ലേഖകൻ പറയുന്നത് അവൻ ദൈവത്തിന്റെ തേജസ്സാണ്, തേജസ്സിന്റെ പ്രഭയാണ്. യോഹന്നാൻ പറഞ്ഞത് അവൻ വചനമാണ്, അവൻ വചനമായി ജഡം ധരിച്ചവനാണ്. God designed the word like a man, that is called Jesus Christ. ദൈവത്തിന്റെ വചനത്തെ ഡിസൈൻ ചെയ്ത് രൂപകൽപ്പന ചെയ്ത് ഈ ഭൂമിയിലേക്ക് ഇറക്കി വിട്ടതാണ് യേശു എന്ന് പറയുന്നത്. Are you following? കൊളോഷ്യൻസ് പറയുന്നത് ഇങ്ങനെയാണ്, കുറച്ചും കൂടെ മനോഹരവോ. അവനിൽ ദൈവത്തിന്റെ സകല സമ്പൂർണതയുണ്ട് എന്ന് പറഞ്ഞാൽ he is not representing God, he is God. അവനൊരു ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവ് അല്ല, അവൻ ദൈവമാണ്. That means when Martha invite Jesus into her home, she invite the presence of God into her home. നിങ്ങളും ഞാനും യേശുവിനെ വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ ഞാൻ ക്ഷണിച്ചത് അഖിലാണ്ടത്തിൻ്റെ ഉടയവനായവൻ, ദൈവമായവൻ, അവൻ്റെ സാന്നിധ്യത്തെയാണ് എൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചത്. Are you listening? പക്ഷേ നിങ്ങൾ അടുത്ത വാചകത്തിൻ്റെ കൺസ്ട്രക്ഷൻ ശ്രദ്ധിച്ചോ? വിളിച്ചു കൊണ്ടുവന്ന് മാർത്ത എന്ന പേരുള്ള സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു എന്ന് പറഞ്ഞിട്ട് മാർത്തയെക്കുറിച്ച് പറയാതെ വേറൊരാളെ ലൂക്കോസ് പ്രസന്റ് ചെയ്യുകയാണ്. ആരെയെ പ്രസന്റ് ചെയ്യുന്നു നോക്കിക്കേ. അവൾക്ക് മറിയ എന്ന് പറയുന്ന ഒരു സഹോദരി, ആരെങ്കിലും വായിക്കണേ. മറിയ എന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് അവൾ കർത്താവിന്റെ കാൽ എന്ന് നോക്കിക്കേ. ഇൻവൈറ്റ് ചെയ്തത് മാർത്തയാണ്, പക്ഷെ പ്രസൻസിൽ ഇരുന്നത് മറിയയാണ്. കുറച്ചും കൂടെ നന്നായി പറഞ്ഞ, ദൈവത്തെ വീട്ടിൽ കൊണ്ടുവന്നത് മാർത്തയാണ്, സാന്നിധ്യത്തെ വീട്ടിൽ കൊണ്ടുവന്നത് മാർത്തയാണ്, പക്ഷേ മറിയയാണ് ആ സാന്നിധ്യത്തെ എൻജോയ് ചെയ്തത്. ചോദ്യം നിങ്ങളോട്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ദൈവ സാന്നിധ്യത്തെ കൊണ്ടുചെന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്ന് പറഞ്ഞാൽ യേശുവിനെ ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ലിസൺ ടു മീ, യേശുവിനെ ആരെങ്കിലും ദൈവമായി അംഗീകരിച്ചിട്ട് അയാൾ വീട്ടിലേക്ക് പോകുമ്പോൾ അയാൾ ഒറ്റയ്ക്കല്ല പോകുന്നത്, ആ സാന്നിധ്യവുമായിട്ടാണ് അയാൾ വീട്ടിലേക്ക് പോകുന്നത്. When you reach your home, what's your priority? വീട്ടിലെത്തിയപ്പോ മാർത്തയുടെ പ്രയോറിറ്റി മാറി. മാർത്തയുടെ പ്രയോറിറ്റി വീട്ടിലുള്ള കാര്യങ്ങളായി. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പ്രയോറിറ്റി എന്താ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്താ? മാർത്തയോട് മറിയോട് മാറി ചോദിച്ചാൽ പറയും, മാർത്ത പറയും, ഞാൻ എൻ്റെ വീട്ടിലെ ജോലിക്കാണ് പ്രാധാന്യം കൊടുത്തത്. എന്നാൽ മറിയ പറയും, ജോലിക്കല്ല പ്രാധാന്യം കൊടുത്തത്, സാന്നിധ്യത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. സാന്നിധ്യത്തെ, യേശുവിനെ കൂടാതെയുള്ള ജോലി പാപമാണ്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, യേശുവിനെ കൂടാത്ത ജോലി. കാരണം യേശു പറഞ്ഞത് കണ്ടോ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ദാറ്റ് മീൻസ് അവനെ ഉപേക്ഷിച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ മറിയോട് ചോദിച്ചാൽ അവൾ പറയും, ഐ ആം വിത്ത് ഹിസ് പ്രസൻസ്. മാർത്ത പറയും, ഇല്ല, അവനെ ഞാൻ ഒരു സ്ഥലത്താക്കിയിട്ടുണ്ട്, ഞാൻ എൻ്റെ ജോലിക്കാണ് പ്രയോറിറ്റി. നിന്റെ വീട്ടിൽ യേശുവിനെ ഏത് സ്ഥാനമാണ് കൊടുത്തിട്ടുള്ളത്? നിന്റെ വീട്ടിലെ സ്ഥാനം, യേശുവിൻ്റെ സ്ഥാനം എന്താണ്? നീയും യേശുമായിട്ടുള്ള റിലേഷൻ നിന്റെ വീട്ടിൽ എങ്ങനെയാണ്? അടുത്തിരിക്കുന്ന ഒരാളോട് ചോദിച്ചേ, നിന്റെ വീട്ടിൽ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ കൈയടിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, തുള്ളിച്ചാടുന്നുണ്ട്, എന്ത് തൊട്ടാലെന്ന് പറഞ്ഞാൽ നിങ്ങൾ തൊടാതെ തന്നെ തിരുമ്മി ചാടുന്നുണ്ട്. പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ്? വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളും കർത്താവും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? യേശുവിനെ ഒരു കോർണറിൽ നിങ്ങൾ കോർണർ ചെയ്തോ,
അതോ ഹോൾ വീടിന്റെ കൺട്രോൾ എൻ്റെ യേശുവിന് കൊടുത്തോ? Come on, tell me. ഞാൻ ഈ ലേഖകനെ എനിക്കിഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ പേര് ലൂക്കോസ് എന്നാണ്. ലൂക്കോസ് ഒരു ഡോക്ടറാണ്. വേറെ ആരും ഈ സംഭവം എഴുതിയില്ല, വേറൊരു സുവിശേഷത്തിലുമില്ല. പക്ഷെ ഈ ഡോക്ടർ എന്താ യേശുവിൻ്റെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ നടന്ന കഥ എഴുതിയിരിക്കുന്നേ? അതിനെന്തോ കാര്യമുണ്ട്. ഡോക്ടറിനെ തൻ്റെ ബുദ്ധിക്കപ്പുറമായി എന്തോ ഒന്ന് ആ കഥയിൽ, ആ സംഭവത്തിൽ തന്നെ പഠിപ്പിച്ചതായ ഒരു അനുഭവം ഉണ്ട്. ഡോക്ടർ വിവരമില്ലാത്ത ആളല്ല, മറ്റു സുവിശേഷകരെക്കാളെല്ലാം വിവരമുള്ള ആളാണ് ലൂക്കോസ്. ഡോക്ടറാണ്, വൈദ്യനാണ്. പക്ഷേ വൈദ്യനായ ആ മനുഷ്യന് ഒരു കാര്യം മനസ്സിലായി. ഈ ഇൻസിഡന്റിൽ ചിലത് അവനോട് സംസാരിക്കുന്നുണ്ട്, എന്നോട് സംസാരിക്കുന്നുണ്ട്, നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രയോറിറ്റി അവൻ ചോദ്യം ചെയ്യുന്നുണ്ട്. യേശു മർത്തയോട് പറഞ്ഞൊരു വാചകം 42, ആ വാചകം ഒന്ന് വായിക്കാം. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. നിങ്ങൾ മലയാളത്തിൽ വായിച്ചാൽ അതൊരു സങ്കടം പോലെ തോന്നിപ്പോവും. അർത്ഥം കുറച്ച് ശരിയാണെങ്കിലും ഞാൻ ഇംഗ്ലീഷ് വായിക്കാം. ബട്ട് ഓൺലി വൺ തിങ് ഈസ് നെസസറി. Only one thing is necessary. അല്പമേ വേണ്ടൂ. ആ വാചകം വായിക്കുമ്പോൾ ഒന്നും പിടികിട്ടത്തില്ല. പക്ഷെ എഴുതിയിരിക്കുക, മർത്തയോട് കർത്താവ് പറയുക, മർത്തേ, ഈ ലോകത്തിലെ ഒന്നും വേണ്ട മർത്തേ, ഒന്നു മതി, ഒരേ ഒരു കാര്യം മതി, എൻ്റെ സാന്നിധ്യം മതി, എന്നോട് കൂടെ ഇരിക്കുന്നത് മതി. Only one thing you need. Nothing else. സോളി ഒരു ഗ്ലാസ് വെള്ളം തരാമോ? വേഗത്തിൽ. ഷാഡാനിയാ ഈ ഒരു ആക്ഷന് വേണ്ടിയാണ്. only one thing you need. അടുത്തിരിക്കുന്നവരോട് പറ nothing else. അടുത്തിരിക്കുന്നവരോട് പറ only one thing is necessary. That means on who invite Jesus, she acted differently. അവളാണ് യേശുവിനെ വിളിച്ചത്, പക്ഷേ നെസസറി ആയതിനെ അവൾ ഉപേക്ഷിച്ചു. അവൾ വിളിച്ചതിൽ നെസസറി ആയതിനെ അവൾ ഉപേക്ഷിച്ചു. അവിടെ നിൽക്കാവോ സോളി? ഞാൻ യേശു എന്ന് വിചാരിക്കേ. Are you listening to me? എനിക്ക് സോളി വെള്ളം കഥാ വണ്ടർഫുൾ ജീസസ്. ഇത് ഞാൻ യേശു എന്ന് വിചാരിക്കേ. സോളിക്ക് എനിക്ക് ഈ വെള്ളം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഷീ ഈസ് നോട്ട് ക്ലോസർ ടു മീ. Are you listening to me? എനിക്ക് അവൾക്ക് ഇത് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സോളി എൻ്റെ കൈ അകലത്തിലല്ല, വേറോടാണ്. നിങ്ങളും ഞാനും അവൻ്റെ കൈ അകലത്തിലാണോ? Are you closer to him? നീയും അവനും ക്ലോസർ ആകുമ്പോൾ ദൈവത്തിന് എന്തു വേണമെങ്കിലും നിങ്ങളുടെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. Why you are facing lacking? It is so simple. You are not closer to him. ഒന്ന് കൈയടിക്ക്, ഒരു ആമേൻ പറ. മർത്തേ, ആരാണ് എൻ്റെ യേശു എന്ന് നിനക്കറിയാവോ? അവൻ പറയും, അവള് പറയുന്ന 5000 പുരുഷന്മാരെ 5 അപ്പത്തിൽ നിന്ന് ഭക്ഷണം കൊടുത്തിട്ട് ബാക്കി 12 കൊട്ട ശേഖരിച്ചവൻ, അവൻ ഈ വീട്ടിലെ സകല നിയന്ത്രണവും കൊടുത്താൽ അവിടെ ഉള്ളത് വർദ്ധിക്കുകയില്ലേ? Are you listening to me? മാർത്തേ, നീ അവനെ ആ വീട്ടിലെ കൺട്രോൾ കൊടുത്തിരുന്നുവെങ്കിൽ നിന്റെ അപ്പം വർദ്ധിച്ചേനില്ലേ? നീ അവനുമായി ക്ലോസ് ആയിരുന്നുവെങ്കിൽ, എനിക്ക് സങ്കടം വന്നിട്ട് വയ്യ, നീ എന്നോട് ക്ലോസ് ആയിരുന്നുവെങ്കിൽ എന്റെ കൈകളിൽ ഉള്ളത് മുഴുവൻ എനിക്ക് തരാൻ വല്ല പാടുണ്ടോ? You miss so many blessings from God because you are not closer to him. Landoroni andalakava. ഒന്നും കൂടെ ഞാൻ പറയാം. You lose so many blessings because you are not closer. You know him,
You know he is a source of blessing, but you are not closer to him. നിനക്കറിയാം അവനാണ് അനുഗ്രഹത്തിന്റെ സോഴ്സ്, അവനാണ് അനുഗ്രഹം. പക്ഷെ നിങ്ങൾ ഒരിക്കലും ആ അനുഗ്രഹവുമായി അടുത്ത ബന്ധത്തിലല്ല. ഈ പകൽ ഈ ന്യൂ ഇയറിന്റെ മെസ്സേജ് പറയുക, ആരാണോ അവനുമായി ക്ലോസറിലേക്ക് വരുന്നത്, they will enjoy the blessings of the Lord. നീ എന്താ ദാരിദ്ര്യം അനുഭവിക്കുന്നേ? നീ എന്താ കഷ്ടതയിൽ തുടരുന്നേ? നീ എന്താ പ്രതിസന്ധിയിൽ കഴിയുന്നേ? കർത്താവിനെ അറിയാഞ്ഞതുകൊണ്ടല്ല. യു ആർ നോട്ട് ക്ലോസ് വിത്ത് ഹിം. ശിഷ്യന്മാരോടൊരു ചോദ്യം ചോദിക്കാം. വിളമ്പാൻ ഒരു വേറൊരു പാത്രം തന്നെ, ഇത് ഹാൻഡിൽ ചെയ്യാൻ പാട്. ആ ബക്കറ്റ് ഇങ്ങെടുക്ക. ഓടിവാ ഗെറ്റ് റെഡി. ഇതൊന്ന് പിടിക്കേ. ശിഷ്യന്മാരോട് ചോദിക്കാം, കർത്താവേ നീ എന്താ ശിഷ്യന്മാരുടെ കയ്യിൽ വിളമ്പാൻ പാത്രം കൊടുത്തത്? കർത്താവ് പറയും, they are close to me, so I can give responsibility to their hands. നിങ്ങളെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ എന്റെ അപ്പന് പറ്റത്തില്ല, നീ അവനുമായ അടുപ്പത്തിലല്ലെങ്കിൽ. ന്യൂ ഇയറിന് പ്രസംഗിക്കാൻ പറ്റാത്ത സങ്കടം എനിക്കുണ്ട്. പക്ഷേ ഐ എം നൗ ഡെലിവറിങ് മൈ മെസ്സേജ്. എന്റെ കൂടെ ഉള്ളവർക്ക് ഒരു ഹല്ലേലൂയ പറയാവോ? ശിഷ്യന്മാരോട് ചോദിക്കാം, ശിഷ്യന്മാരെ നിങ്ങളുടെ കയ്യിൽ മാത്രമേ ഈ പാത്രം നീ യേശു കൊടുത്തുള്ളല്ലോ. അവർ പറയും, യെസ്. വൈ? ആ പാത്രം ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അവനുമായി അടുത്തിരിക്കണം. വർദ്ധിക്കുന്ന, ഞാൻ സ്റ്റേറ്റ്മെന്റ് പറയുക, വർദ്ധിക്കുന്ന പാത്രങ്ങൾ കൈകാര്യം ചെയ്യാൻ ചിലരെ ദൈവം വിളിക്കുകയാണ്. This is a prophetic word for this year. ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കാം. തനിയെ വർദ്ധിക്കുന്ന പാത്രങ്ങളായി മാറ്റുവാൻ ചിലരെ ദൈവം വിളിക്കുകയാണ്. വർദ്ധിക്കുന്ന പാത്രങ്ങളായി നടക്കാൻ ചിലരെ ദൈവം വിളിക്കുകയാണ്. വിളമ്പുന്ന പാത്രങ്ങളായി തീരുവാൻ ചിലരെ വിളിക്കുകയാണ്. ശിഷ്യന്മാരാണ് അനേകർക്ക് വിളമ്പിയത്. നിങ്ങളിൽ ചിലരെ ആ വിളമ്പുന്നത് കഴിക്കാൻ വന്നിരിക്കുന്നവരാ. അവരുടെ കാര്യം പോട്ടെ, എന്നാൽ ആരാണോ അടുത്ത് നിൽക്കുന്നത് അവരെ വിളമ്പാൻ യേശു ഉപയോഗിക്കാൻ പോവാ. കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈ അടിച്ച്. വിളമ്പുന്നവരെ യേശു ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, മാർക്കോസ് 3:13, അവന്റെ കൂടിരിക്കാൻ. പ്രസംഗിക്കാനല്ല യേശു വിളിച്ചത്. ഫസ്റ്റ് പ്രയോറിറ്റി ബി വിത്ത് ഹിം. അവന്റെ കൂടെ ഇരിക്കാൻ. അവന്റെ കൂടെ ഇരിക്കുന്നവർ ആഴമേറിയ കാര്യമാ. അവനിൽ നിന്ന് പേഴ്സണൽ രഹസ്യങ്ങൾ കേൾക്കാം. അവന്റെ കൂടെ ഇരിക്കുന്നവർ എങ്ങനെയാണ് അപ്പം വർദ്ധിക്കുന്നതെന്ന് സീക്രട്ട് അറിയാം. എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതെന്നുള്ള സീക്രട്ട് പിടികിട്ടും. യേശുവിന്റെ രഹസ്യങ്ങളെ ശ്രദ്ധിക്കൂ, യേശുവിന്റെ രഹസ്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ചിലരെ തൻ്റെ കൂടെ അടുപ്പിക്കുവാൻ സ്വർഗത്തിന് പദ്ധതിയുണ്ട്. നിങ്ങൾ ആരെങ്കിലും അതിലുണ്ടോ? നിങ്ങളാരെങ്കിലും അതിലേക്ക് വരാനുണ്ടോ? അവന്റെ രഹസ്യത്തിന്റെ കലവറകൾ എല്ലാവർക്കും കർത്താവ് പറഞ്ഞില്ല. പന്നികളുടെ മുമ്പിൽ മുത്തിടത്തില്ല കർത്താവ്. ശിഷ്യന്മാർ മാത്രമുള്ളപ്പോഴാ കർത്താവ് രഹസ്യങ്ങളെ അഴിച്ചത്. Those who are close to him, he revealed to them. He revealed to them. അവർക്ക് അവൻ വെളിപ്പെടുത്തി കൊടുത്തു. നമ്മൾ യേശുവിനെ സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ആ രക്ഷകനെ ഏൽപ്പിച്ചിട്ടുണ്ടോ? യേശുവിനെ നിയന്ത്രിക്കാനായിട്ട്, യേശുവിൻ്റെ സാന്നിധ്യത്തോടൊപ്പം ഞാൻ ആയിരിക്കാനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ ആയിരിക്കുന്ന ഒരാളുടെ ലൈഫിലാണ് മാറ്റങ്ങൾ കാണാൻ കഴിയുന്നത്.
യേശു നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയായി, അല്ലെങ്കിൽ സാന്നിധ്യത്തോടൊപ്പം നടക്കുന്ന ഒരു വ്യക്തിയായി നമുക്ക് ഓരോരുത്തർക്കും മാറാം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കർത്താവിനോടൊപ്പം ആയിരിക്കുന്നത്. അതാണ് നമ്മുടെ ലൈഫിലെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. മാർത്തയും മറിയയും കർത്താവിനെ സ്വീകരിച്ചു, എന്നാൽ ഒരാൾ ദൈവ സാന്നിധ്യത്തിന് പ്രയോറിറ്റി കൊടുത്തു. നമ്മളും അങ്ങനെ ആകട്ടെ. കർത്താവ് സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ബ്രദറെ, ഈ ബ്രദറിൻ്റെ പേര് സാബു എന്നാണ്. ഒറ്റശേഖരമംഗലം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഈ ബ്രദറിൻ്റെ മകളുടെ വിവാഹമായിരുന്നു ഈ മാസം 5-ാം തീയതി. കർത്താവ് ഈ മകളുടെ ലൈഫിൽ ചെയ്ത വലിയൊരു അത്ഭുത സാക്ഷ്യത്തെ പറയുവാനാണ് നമ്മുടെ മുൻപിലായിരിക്കുന്നത്. ബ്രദർ പറയുന്നത് 5-ാം തീയതി വിവാഹത്തിന് വേണ്ടുന്ന ഒരു കാര്യങ്ങളും അതുവരെയും ഉണ്ടായിരുന്നില്ല. 2-ാം തീയതി വരെയും അവരുടെ കരങ്ങളിലേക്ക് ഒന്നും ലഭിച്ചില്ല. എന്നാൽ വിശ്വാസത്തോടുകൂടി ഇരുന്നു. അതിനു മുന്നേ പബ്ലിക് മീറ്റിങ്ങിൽ ബ്രദർ മോളോട് ആലോചന പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്റെ വിവാഹത്തിന് വേണ്ടുന്നതെല്ലാം കർത്താവ് ഒരുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതേ ഒരു വിശ്വാസത്തോടെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ബ്രദർ പറയുന്നത് 3-ാം തീയതി തന്നെ ആ മകളുടെ വിവാഹത്തിന് വേണ്ടുന്ന എല്ലാ ആവശ്യങ്ങളും ഒത്തിരി പേർ സഹായിച്ചു. വിവാഹം അതിമനോഹരമായി നടന്നുവെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അടിപൊളി, സന്തോഷമായിട്ട്. ഇത് കഴിഞ്ഞ കണ്ണൂർ മീറ്റിങ്ങിന് വന്നൊരു സാക്ഷിയാണ്. സിസ്റ്ററിനത് വന്ന സമയത്ത് ബ്രദർ അങ്ങോട്ട് ദൂത് പറഞ്ഞായിരുന്നു. നെഞ്ചുവേദനയും പിന്നെ വരുന്നതിന് തലേ ദിവസം നടുവേദന ഉണ്ടായിരുന്നു. ബ്രദർ ദൂത് പറഞ്ഞു, പ്രാർത്ഥിച്ചു, അന്ന് തന്നെ വിടുതലിട്ടി. പിന്നെ അതിനുശേഷം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒത്തിരി കാര്യങ്ങൾ മോളോട് ഒന്നും സംസാരിക്കുകയൊക്കെ ചെയ്തു. അതെല്ലാം സൗഖ്യമായി. എല്ലാം സൗഖ്യം. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. മോളെ എനിക്ക് അറിയാൻ കേട്ടോ. സന്തോഷമായിട്ട്. ഈ ആന്റിയുടെ പേര് സീന. മുട്ടന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത്. ഈ ചേച്ചിയുടെ സഹോദരിയുടെ ഭർത്താവിന് ശ്വാസമുട്ടലായതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ ക്യാൻസർ ആണെന്നാണ് പറഞ്ഞത്. അടുത്ത കഴിഞ്ഞ ആഴ്ച സനൽ ബ്രദർ വന്ന് പ്രാർത്ഥിച്ചു. വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോ നെഗറ്റീവ് ആയിരുന്നു. നെഗറ്റീവ് ആണെന്ന് ഡോക്ടർമാർ റിപ്പോർട്ട് തന്നു. നല്ല കാര്യമാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചാൽ സന്തോഷത്തോടെ. സിസ്റ്ററുടെ പേര് പത്മിനി. പത്മിനി എന്നാണ്. മകൾക്ക് സ്വന്തമായിട്ട് വീടില്ലായിരുന്നു. എവിടുന്ന അമ്മ വരുന്നേ? അമ്മ വരുന്ന എവിടുന്ന? ഇരട്ടി. ഇരട്ടിന്നാ വരുന്നേ. ഓക്കെ ഓക്കെ, പറഞ്ഞാട്ടെ. മകൾക്ക് സ്വന്തമായിട്ട് വീടില്ലായിരുന്നു 9 വർഷമായിട്ട്. വരക്കാൽ സർമ്മനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഇപ്പൊ സ്വന്തമായിട്ടൊരു വീടുണ്ട്. അമ്മയ്ക്ക് എത്ര വർഷമായിട്ട് വീടില്ലായിരുന്നു? എന്റെ മോക്ക്, ചേച്ചിയുടെ മോൾക്ക് 9 വർഷമായിട്ട്. അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. ഇപ്പോ അവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട്. ഒന്ന് കൈയടിച്ച കർത്താവിനെ സ്തുതിച്ചേ. ചെയ്ത നന്മയ്ക്ക് നന്ദി പറയാം. ഈ ചേച്ചിയുടെ പേര് ഷീബ എന്നാണ്. ഷീബ. അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ചേച്ചിയുടെ മകൻ അഖിലിന് ആക്സിഡന്റിൽ ഒരു ബ്ലഡ് ക്ലോട്ട് ഉണ്ടായി. വെന്റിലേറ്ററിലായിരുന്നു. ഒരാഴ്ചയോളം വെന്റിലേറ്ററിലായിരുന്നു. ജൂൺ 6-ന് മിറാക്കിൾസ് നോർമൽ ലൈവ് മെസ്സേജ് അയച്ച് പ്രാർത്ഥിച്ചപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എഴുന്നേറ്റു ആരോഗ്യവാനായിരിക്കുന്നു. സന്തോഷമുള്ള കാര്യമാണല്ലോ. എന്താ ചേച്ചിയുടെ പേര്? എൻ്റെ പേര് ഷീബ. ഷീബ. എവിടുന്നാ വരുന്നേ? കണ്ണൂർ പയ്യിൽ എന്ന് പറഞ്ഞ സ്ഥലം. ഓക്കെ. ഇത് നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ട്? അരിഞ്ഞാണ്. കാണാറുണ്ട്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. മിറക്കിൾ സൺഡേ കൊല്ലത്ത് ഫെബ്രുവരി 23-ന് രാവിലെ 8 മണി മുതൽ. സ്ഥലം ഡിസ്ട്രിക്ട് ലൈബ്രറി ഹാൾ, സോപാനം ഓഡിറ്റോറിയം. മിറക്കിൾ സൺഡേ പാറശാലയിൽ ഫെബ്രുവരി 23-ന് വൈകുന്നേരം 4:30 മുതൽ. സ്ഥലം ഷീല കല്യാണ മണ്ഡപം, പാറശാല. ദൈവത്തിൻ്റെ അനുഭവങ്ങൾക്കായി നന്ദി പറയാം. ജീവിക്കുന്ന ഒരു ദൈവത്തെ കണ്ടുമുട്ടിയ ഓരോ വ്യക്തികളും തൻ്റെ ലൈഫിൽ അത്ഭുതങ്ങളെ അനുഭവിക്കുവാനിടയായി. അതുകൊണ്ടാണ് നമ്മൾ സുവിശേഷം പറയുന്നത്, യേശു നിന്റെ ലൈഫിൽ നിനക്ക് വിടുതലിനെ നൽകും. അല്ല, ക്രിസ്തുവിനെ സ്വീകരിച്ച ഒരാളുടെ ലൈഫിൽ നീ ഒറ്റയ്ക്കായി പോകത്തില്ല. ആ രക്ഷകന്റെ അടുക്കൽ ആരൊക്കെ എത്തിയിട്ടുണ്ടോ അവരൊന്നും പിന്നെ തനിച്ചായിട്ടില്ല. ആ രക്ഷകന്റെ അടുക്കൽ ആരൊക്കെ എത്തിയിട്ടുണ്ടോ അവരുടെ ലൈഫിലായിരിക്കുന്ന സകല മേഖലയിലും അവനൊരു പരിഹാരത്തെ കൊടുത്തിട്ടുണ്ട്. ആ അത്ഭുതങ്ങളെ അനുഭവിക്കാൻ കഴിയുന്ന, ആ ദൈവ സാന്നിധ്യത്തിലായിരിക്കാൻ കഴിയുന്നവർക്കായി നന്ദി പറയുന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, എന്നെ കാണുന്ന കുടുംബങ്ങളിൽ, അപ്പോൾ ഇവരോരോരുത്തരും ഇവരുടെ സാഹചര്യങ്ങളിൽ, പ്രയാസപ്പെടുന്ന വേദനകളിൽ, കർത്താവെ സ്ട്രഗിൾ ചെയ്യുന്നിടത്തൊക്കെ ആ സാന്നിധ്യത്തെ അനുഭവിക്കട്ടെ, അത്ഭുതങ്ങളെ അനുഭവിക്കട്ടെ. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച യേശുവിൻ്റെ മുൻപിൽ സകലത്തിനും പരിഹാരമുണ്ടായിരുന്നു. അവൻ്റെ മുൻപിൽ പരിഹാരമില്ലാത്തതായിട്ടൊന്നുമില്ലായിരുന്നു. കർത്താവെ, ഞങ്ങളുടെ മുൻപിൽ
ഞങ്ങൾ ഭാരപ്പെടുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, കർത്താവ് എന്നെ കാണുന്ന കുടുംബങ്ങളിൽ ഇവർ ഭാരപ്പെടുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, കർത്താവെ ജോലിയില്ല എന്ന് പറയുന്നത്, അയ്യോ കാലിൽ നീരെന്ന് പറയുന്നത്. ഒരു സിസ്റ്ററിനെ എനിക്ക് കാണാം, ആ കാലിൽ നീര് വെച്ച് പൊട്ടിയിട്ട് വെള്ളം ഒഴുകുകയാണ്, നടക്കാൻ കഴിയുന്നില്ല. കർത്താവെ അപ്പാ അതെല്ലാം സൗഖ്യമാകട്ടെ അപ്പാ, യേശുവെ സൗഖ്യമാകട്ടെ. ആ പൊട്ടി ഒഴുകുന്നത് യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ആ നീര് വറ്റിപ്പോകട്ടെ അപ്പ, നീര് വറ്റിപ്പോകട്ടെ അപ്പ. നാളുകളായിട്ട് ശ്രമിച്ചിട്ട് ഒരു ജോലി കിട്ടുന്നില്ല, നല്ലതായിട്ട് പഠിച്ചു, നല്ല മാർക്കുണ്ട്, നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ ഒരു മുന്നേറ്റമില്ല. ശരിയായ വിധത്തിൽ തനിക്ക് അർഹമായ ഒന്നും തൻ്റെ കൈകളിൽ വരുന്നില്ല. കർത്താവെ ചിലരുടെ ലൈഫിൽ കർത്താവെ നിൻ്റെ കൃപ ചലിക്കണം അപ്പാ, അതിനൊരു പരിഹാരമുണ്ടാകട്ടെ. ആ കുടുംബങ്ങളിൽ നിന്റെ പ്രവൃത്തി ഉണ്ടാകണം. കുടുംബങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ അത്ഭുതങ്ങളിൽ ജീവിക്കാൻ കഴിയട്ടെ യേശുവേ. അപ്പാ യേശുവിനെ കൂടാതെയുള്ള ആ സാഹചര്യങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകട്ടെ അപ്പാ. അതിനേക്കാൾ ഉപരിയായി ദൈവസാന്നിധ്യത്തോടൊപ്പം ചിലത് ചെയ്യുവാൻ ഈ കുടുംബങ്ങളെ സഹായിച്ചാട്ടെ അപ്പാ. അപ്പാ ചിലരെ അങ്ങ് കൈ പിടിച്ച് നടത്തുന്നവർക്ക് നന്ദി പറയുന്നു കർത്താവ്. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു അനുഭവത്തിലേക്ക് ചിലരെ അങ്ങ് കൊണ്ടുപോകുന്നവർക്ക് നന്ദി പറയുന്നു കർത്താവ്. എന്നോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ സാന്നിധ്യത്തിലും അത്ഭുതങ്ങളിലും നമുക്കായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.